ഹായ് കൂട്ടുകാരെ, ഞങ്ങൾ ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് 9ാം ക്ലാസ്സിലെ പുതിയ സിലബസ് ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ ഒന്നാമത്തെ യൂണിറ്റായ ഹവേഴ്സ് ആൻഡ് ഇയേഴ്സ് എന്ന യൂണിറ്റിൻ്റെ പ്രവേശക പ്രവർത്തനവുമായാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമ്മുടെ ഒന്നാമത്തെ യൂണിറ്റിൻ്റെ പേര് ഹവേഴ്സ് ആൻഡ് ഇയേഴ്സ് എന്നാണ്. മണിക്കൂറുകളും വർഷങ്ങളും. ഈ ഒരു യൂണിറ്റിൻ്റെ പേരിൽ നിന്ന് തന്നെ നമുക്ക് ഈ ഒരു യൂണിറ്റ് ടൈമിൻ്റെ പാസേജ് ഓഫ് ടൈമിനെ പറ്റിയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ നമുക്ക് തുടക്കത്തിൽ TS ഏലിയറ്റിൻ്റെ ഒരു ചെറിയ കവിത നൽകിയിട്ടുണ്ട്. ടൈം പ്രസൻറ്റ് ആൻഡ് ടൈം പാസ്റ്റ് ആർ ബോത്ത് പെർഹാപ്സ് പ്രസൻറ്റ് ഇൻ ടൈം ഫ്യൂച്ചർ ആൻഡ് ടൈം ഫ്യൂച്ചർ കണ്ടെയ്ൻഡ് ഇൻ ടൈം പാസ്റ്റ്. എന്താണ് ടൈം പ്രസൻറ്റ് ആൻഡ് ടൈം പാസ്റ്റ്? നമ്മുടെ ഇപ്പോഴത്തെ സമയവും നമ്മുടെ പണ്ടത്തെ സമയവും ഒക്കെ എങ്ങനെയായിരുന്നു എന്നാണ് കവി പറയുന്നത്. ആർ ബോത്ത് പെർഹാപ്സ് പ്രസൻറ്റ് ഇൻ ടൈം ഫ്യൂച്ചർ. നമ്മുടെ ഭാവിയിലെ സമയത്ത് എന്തായിരിക്കും, പ്രസൻ്റ് ആയിരിക്കുമെന്നാണ് പറയുന്നത്. അതായത് നമ്മൾ ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങളും പണ്ട് ചെയ്ത കാര്യങ്ങളും ഒക്കെയാണ് നമ്മുടെ ഭാവിയെ രൂപപ്പെടുത്തുന്നത് എന്നാണ് ഈ ഒരു ചെറിയ കവിതയിലൂടെ കവി പറയുന്നത്. ആൻഡ് ടൈം ഫ്യൂച്ചർ കണ്ടെയ്ൻഡ് ഇൻ ടൈം പാസ്റ്റ്. നമ്മുടെ ഫ്യൂച്ചറിലെ കാര്യം എന്തിലടങ്ങിയിട്ടുണ്ട്? നമ്മുടെ പാസ്റ്റിൽ അടങ്ങിയിട്ടുണ്ട് അല്ലേ? നമ്മൾ പണ്ട് ചെയ്ത കാര്യങ്ങളും നമ്മൾ ഇപ്പോൾ ചെയ്ത കാര്യങ്ങളും ഒക്കെ കൂടിയാണ് നമ്മുടെ ഫ്യൂച്ചർ രൂപപ്പെടുത്തുന്നത് എന്നാണ് ഈ ഒരു ചെറിയ കവിതയിലൂടെ TS ഏലിയറ്റ് നമ്മളോട് പറയുന്നത്. നമുക്ക് യൂണിറ്റിലേക്ക് കടക്കാം. ലെറ്റ്സ് ലോഗിൻ. ഇവിടെ നമുക്ക് ഖലീൽ ജിബ്രാൻ്റെ ഒരു കവിത നൽകിയിട്ടുണ്ട്. യെസ്റ്റർഡേ ഈസ് ബട്ട് ടുഡേയ്സ് മെമ്മറി ആൻഡ് ടുമോറോ ഈസ് ടുഡേയ്സ് ഡ്രീം. എന്താണ് യെസ്റ്റർഡേ ഈസ് ബട്ട് ടുഡേയ്സ് മെമ്മറി? എന്താണ് ഇന്നലെ എന്നത്? യെസ്റ്റർഡേ എന്ന് പറയുന്നത് നമ്മുടെ ഇന്നത്തെ ഒരു ഓർമ്മ മാത്രമാണ് അല്ലേ? യെസ്റ്റർഡേ എന്ന് പറയുന്നത് അവർ ടുഡേയ്സ് മെമ്മറി എന്ന് കവി പറയുന്നു. ആൻഡ് ടുമോറോ ഈസ് ടുഡേയ്സ് ഡ്രീം. നാളെ എന്ന് പറയുന്നത് ഇന്നിൻ്റെ സ്വപ്നമാണ്. ടുഡേയ്സ് ഡ്രീം, ഇന്ന് നമ്മൾ കാണുന്ന സ്വപ്നമാണ് നാളെ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് 3 ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട്. ഒന്നാമത്തെ ചോദ്യം, ഹൗ ഡസ് ജിബ്രാൻ റിലേറ്റ് യെസ്റ്റർഡേ ടു ദ പ്രസൻറ്റ്? അതായത് ഇന്നലെ ഇന്നുമായി, യെസ്റ്റർഡേനെ പ്രസൻറ്റുമായിട്ട് എങ്ങനെയാണ് ജിബ്രാൻ റിലേറ്റ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എങ്ങനെയാണ്? ജിബ്രാൻ സ്റ്റേറ്റ്സ് ദാറ്റ് യെസ്റ്റർഡേ ഈസ് ടുഡേയ്സ് മെമ്മറി. ജിബ്രാൻ പറയുന്നത് എന്താണ്? യെസ്റ്റർഡേ എന്ന് പറയുന്നത് ഇന്നിൻ്റെ, ടുഡേയ്സ് മെമ്മറിയാണ്, ഇന്നത്തെ ഓർമ്മയാണ് അല്ലേ? ഇന്നലെ നമ്മൾ നടന്നതൊക്കെ ഇന്ന് നമുക്കൊരു ഓർമ്മയായിട്ട് മാറുകയാണ്. ഇഫ് വി ലിവ്ഡ് യെസ്റ്റർഡേ ഹാപ്പിലി ഇറ്റ് വിൽ റിമൈൻസ് ആസ് എ ബ്യൂട്ടിഫുൾ മെമ്മറി. ഇന്നലെ നമ്മൾ വളരെയധികം സന്തോഷത്തോടെ ജീവിച്ചെങ്കിൽ, ഓരോ നിമിഷവും ആസ്വദിച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് നമുക്ക് എന്തായിരിക്കും? അതൊരു മനോഹരമുള്ള, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മെമ്മറി ആയിട്ട് മാറുകയാണ്. ദാറ്റ്സ് ഹൗ ജിബ്രാൻ റിലേറ്റ് യെസ്റ്റർഡേ ടു ദ പ്രസൻറ്റ്. ഇങ്ങനെയാണ് ജിബ്രാൻ യെസ്റ്റർഡേനെ പ്രസൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്നത്. ഹൗ ഈസ് ടുമോറോ പ്രസൻറ്റഡ് ഇൻ ദീസ് ലൈൻസ്? ടുമോറോ അതായത് നാളെയെ എങ്ങനെയാണ് ഈ വരികളിൽ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്? ഇൻ ദിസ് പോം ടുമോറോ ഈസ് പ്രസൻറ്റഡ് ആസ് ടുഡേയ്സ് ഡ്രീം. നാളെ എന്ന് പറയുന്നത്, ടുമോറോ എന്ന് പറയുന്നത് ടുഡേയ്സ് ഡ്രീം എന്നാണ് കവി പറയുന്നത്. ഇന്ന് നമ്മൾ നാളത്തെ പറ്റി സ്വപ്നം കാണുകയാണ് അല്ലേ? നാളെ നമ്മൾ പഠിച്ച് വലിയൊരാളാകും എന്നൊക്കെ നമ്മൾ സ്വപ്നം കാണുകയാണ്. അതാണ് നമ്മുടെ ടുഡേയ്സ് ഡ്രീം എന്ന് പറയുന്നത്. ബിക്കോസ് വി ഡോണ്ട് നോ വാട്ട് ഹാപ്പൻ ടുമോറോ ബട്ട് വി ക്യാൻ ഡ്രീം അബൌട്ട് ഇറ്റ് വിത്ത് ഹോപ്പ്. നാളെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നൊന്നും നമുക്കറിയില്ല, പക്ഷെ നമ്മൾ വളരെയധികം പ്രതീക്ഷയോടെ, ഹോപ്പ് അല്ലേ, വളരെ പ്രതീക്ഷയോടുകൂടി നാളത്തെ പറ്റി സ്വപ്നം കാണുകയാണ്. അതാണ് ടുമോറോ എന്ന് പറയുന്നത്, ടുഡേയ്സ് ഡ്രീം എന്ന് ജിബ്രാൻ പറയുന്നത്. വാട്ട് ഡു ദീസ് ലൈൻസ് സജസ്റ്റ് അബൌട്ട് ദ പാസേജ് ഓഫ് ടൈം ഡിസ്കസ്? ഈ വരികൾ എങ്ങനെയാണ് പാസേജ് ഓഫ് ടൈം, ടൈമിൻ്റെ മൂവ്മെൻ്റ് അല്ലേ, സമയം ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്, ഈ ടൈമിൻ്റെ മൂവ്മെൻറ്റിനെ ഈ 2 വരികൾ എങ്ങനെയാണ് സജസ്റ്റ് ചെയ്യുന്നതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. എങ്ങനെയാണ്? എൻജോയ് ഈച്ച് മൊമെൻ്റ് ഓഫ് ലൈഫ്. ജീവിതത്തിലെ ഓരോ നിമിഷവും ആസ്വദിക്കാനാണ് യഥാർത്ഥത്തിൽ ഈ കവിത പറയുന്നത്. ഓൾവേസ് റിമെമ്പർ ദ പാസ്റ്റ് ആൻഡ് ഡ്രീം അബൌട്ട് ദ ഫ്യൂച്ചർ. നമ്മുടെ പാസ്റ്റ് എന്താണെന്ന് റിമെമ്പർ, ഓർക്കുകയും വേണം. ഒപ്പം ഫ്യൂച്ചറിനെ പറ്റി വളരെയധികം ഹോപ്പ്, പ്രതീക്ഷയോടുകൂടി നമ്മൾ എന്ത് ചെയ്യണം? സ്വപ്നം കാണുകയും വേണം. ഇറ്റ് ഓൾസോ റിമൈൻഡ്സ് ദ കോട്ട് ബൈ W.C. വില്യംസ് ദാറ്റ് ടൈം ഈസ് എ സ്റ്റോം ഇൻ വിച്ച് വി ആർ ഓൾ ലോസ്റ്റ്. ഈ കവിത വേറൊരു കോട്ട്, അതായത് W.C. വില്യംസിൻ്റെ ഒരു കോട്ട് നമ്മളെ ഓർപ്പിക്കുന്നുണ്ട്. എന്താണത്? ടൈം ഈസ് എ സ്റ്റോം ഇൻ വിച്ച് വി ആർ ഓൾ ലോസ്റ്റ്. ടൈം എന്ന് പറയുന്നത് ഒരു സ്റ്റോമാണ്, അതായത് നമ്മളെല്ലാം നമുക്ക് തന്നെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സ്റ്റോമാണ് ശരിക്കും ടൈം എന്ന് W.C. വില്യംസിൻ്റെ ഒരു കോട്ടും ഈ ഒരു ചെറു കവിത ഉൾക്കൊള്ളുന്നുണ്ട്. എന്താണ് യാഥാർത്ഥ്യം? അപ്പോൾ എല്ലാവർക്കും ഈ പ്രവേശക പ്രവർത്തനം മനസ്സിലായി എന്ന് കരുതുന്നു.
തുടർന്നുള്ള പാഠഭാഗങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്